എന്തായിരുന്നു പ്രശ്നം? മോനിൻ്റെത് കഴിഞ്ഞ ജൂലൈയില് മോനിക്ക് മുള്ളു തറച്ചതാണ് കാലിന് ഫുട്ബോൾ കളിക്കാൻ പോയത്. അപ്പൊ മുള്ളെന്ന് പറയുമ്പോ അവൻ പറഞ്ഞത് ഈർക്കിളി ഓല തട്ടിയതാണോ, ഓലമെന്ന് ഫുട്ബോൾ അടിക്കുന്ന സമയത്ത് ഈർക്കിളിയാണ് കയറിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് അപ്പൊ കാണുമ്പോ നമുക്ക് നിസ്സാരം പോലെ തോന്നുള്ളൂ. ചെറിയൊരു മുറിവ്, സൂചിയോടെ അതിനെ കുത്തിയിട്ടുണ്ടാവും, അതേപോലുള്ള ഒരു മുറിവ്. അങ്ങനെ ഓക്കെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഡോക്ടറെ അടുക്കുന്നത്, നീരും പോകുന്നില്ല. അപ്പൊ ഡോക്ടർ നോക്കി എക്സ്റേ എടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആന്റിബയോട്ടിക് തന്നു. 1 വീക്ക് കഴിഞ്ഞപ്പോ മുറി ഉണങ്ങി. പിന്നെ നീര് പോകുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു മാറിക്കോളും. ഏത് ഡോക്ടറാണ്, ഏത് ആശുപത്രിയായിരുന്നു? നമ്മളെ വടക്കേക്കാട് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, മാറിക്കോളും. ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ കഴിഞ്ഞ് കുഴപ്പമില്ല എന്നിട്ട് പിന്നെ നമ്മള് കുഴപ്പമൊന്നുമില്ല. പിന്നെ മുറി ഉണങ്ങിയല്ലോ, പിന്നെ കുറച്ച് ദിവസം ഉണ്ടാവും നീര് പോവാൻ നമ്മള് വെയിറ്റ് ചെയ്തു. 2 മാസം കഴിഞ്ഞ പ്രിബിയ ലെവലിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പിന്നെ എന്നും പോവാണല്ലോ, ഡെയിലി പോവാണ്. അപ്പൊ കുറച്ചും കാലകളകാൻ തുടങ്ങിയപ്പോ നല്ല നീര് കൂടിയ പോലെ, കാലം നന്നായി അകന്ന പോലെ എനിക്ക് പേടിയായി. അങ്ങനെ നമ്മള് KMM ഹോസ്പിറ്റലുണ്ട്, അവിടെ വിജയ് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. KMM ഹോസ്പിറ്റൽ പുത്തമ്പള്ളി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്കിത് ഒന്ന് കുറച്ച് പഴക്കമല്ലോ, MRI എടുത്ത് നോക്കാം. അങ്ങനെ MRI എടുത്തു. MRI ഒന്ന് കാണിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? MRI എടുത്ത് പറഞ്ഞു എല്ലിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അർജന്റ് സർജറി ചെയ്യണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൺറൈസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഞാൻ പറഞ്ഞത്, ചങ്ങരംകുളം. അങ്ങനെ സൺറൈസ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ചെയ്തു. അനസ്തേഷ്യ അങ്ങനെയുള്ള എല്ലാ പ്രിപ്പയറും കഴിഞ്ഞു. അനസ്തേഷ്യ ഒക്കെ റെഡിയായി. അപ്പൊ ആദ്യമായിട്ടാണ് മൈൻഡിൽ ഭയങ്കര ഒരു ടെൻഷനായിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഗ്ലൂക്കോസ് കയറ്റുന്നതൊക്കെ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഡോക്ടർ വന്നു, അത് കൗൺസിലിംഗ് ചെയ്തു. അങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓക്കെയാണ്, ചെറിയൊരു ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓക്കെ ആക്കി എടുത്ത് അനസ്തേഷ്യ കൊടുത്ത്. അപ്പൊ പിന്നെ കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷമാണ് സർജറി ചെയ്ത് ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു കുറച്ച് ഒരു മാംസം പോലത്തെ കുറച്ച് പഴങ്ങിയ കുറച്ച് വേസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു മുള്ളൊന്നും കാണുന്നില്ല, അവർക്കത് ലഭിച്ചു പോയിട്ടുണ്ട്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമുക്കിതൊന്ന് ടെസ്റ്റിന് വിടാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് പിറ്റത്തെ ദിവസം തന്നെ നമ്മള് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക്. ആ മുള്ള് വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാണിച്ചൊരു റിപ്പോർട്ട് ഇല്ല? ഇല്ല, ഇത് വേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അതിന് അത് അയച്ചു കൊടുത്തു. ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ. ഇതാണ് വേസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ? വേസ്റ്റ്, അത് റിസൾട്ട് ആണ്, അത് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ. എന്നിട്ട് മുറിവ് മാറി? മുറി മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഡെയിലി ഡ്രസ് ചെയ്യാൻ KMM ഹോസ്പിറ്റലിൽ തന്നെ പോയിരുന്നത്. ഡെയിലി ഡ്രസ് ചെയ്യാൻ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതാണ് ഉണങ്ങിയിട്ടില്ല, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഉണങ്ങി ഉള്ളി ഇറച്ചൊക്കെ വന്നു. മോന്റെ എവിടെയായിരുന്നു മുള്ളു കുത്തിയത്? കാലിന്റെ അടിയിൽ. സർജറി ചെയ്തത് എവിടെയായിരുന്നു? മുകളില്. ഓക്കെ. അങ്ങനെ ഫ്ലൂയിഡ് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മെസ്സേജ് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു വന്ന് കൺസൾട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് നമുക്ക് ഒരു എന്താ പറയാ ക്യാൻസറിന്റെ ഒക്കെ ഒരു ഇത് പോലെ തോന്നുന്നുണ്ട്, ഡൗട്ട്, നമുക്ക് കുറച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ടെസ്റ്റിനല്ല ക്യാൻസറിന് കേട്ടപ്പോ തന്നെ ഭയങ്കര അധികം മാനസികമായിട്ട് വലിയൊരു വിഷമമായി. അങ്ങനെ ഞങ്ങള് ടെസ്റ്റിനൊന്നും എഴുതിപ്പിച്ചൊന്നുമില്ല, ഞങ്ങൾ അവിടെ എണീറ്റ് പോകും. മോന് ഭയങ്കര കരച്ചിലൊക്കെ ആയി. അങ്ങനെ നമ്മള് വേറെ ഹോസ്പിറ്റലിൽ പോയി മദറിൽ പോയപ്പോ ഡോക്ടർ അപ്പൊ തന്നെ അഡ്മിഷൻ എഴുതി. ഇത് വേഗം തന്നെ സർജറി ചെയ്യണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ വൈകിപ്പിച്ചാൽ ഇത് ഭയങ്കര എന്തൊക്കെയായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കര പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ അഡ്മിഷൻ പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ വരാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ട്. അപ്പോഴാണ് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഫാത്തിമ മാമിനെ ഓർമ്മ വന്നത്. അക്യുപഞ്ചറിസ്റ്റാണ് അവര്. അങ്ങനെ ഓർമ്മ വന്നപ്പോ ഞാൻ അവർക്കൊന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത്, ഇതിനെന്തെങ്കിലും അക്യുപഞ്ചറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഓക്കെ, എന്തായാലും ഉണ്ടാവും, ഒരു സാധനം ഉള്ളിലുണ്ടെങ്കിൽ അതെന്തായാലും ശരീരം പുറന്തള്ളും, അപ്പൊ അതിന്റെ ഫ്ലൂയിഡാണ് ഈ പോകുന്നത്, എന്തായാലും അത് മാറും, അത് പ്യുവർ ആവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര അധികം നന്ന സമാധാനിപ്പിച്ചപ്പോ എനിക്ക് മാമിന്റെ ഓരോ വാചകങ്ങളും മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിരുന്നത്. കാരണം അത്രയും വിഷമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മൊത്തം എത്ര ഹോസ്പിറ്റലിൽ കാണിച്ചു നിങ്ങള്? ഇപ്പോ മൊത്തത്തിൽ 3 ഹോസ്പിറ്റലിൽ കാണിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റല്, പുത്തമ്പള്ളി ഹോസ്പിറ്റല്, മദർ ഹോസ്പിറ്റല്. പിന്നെ കഴിഞ്ഞതിന്റെ ശേഷം ചാവക്കാട് ഹോസ്പിറ്റലില് നല്ല ഡോക്ടർ ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അക്യുപഞ്ചർ ചെയ്യാൻ വരട്ടെ, ആദ്യം നമുക്ക് ഇത് ഈ ഡോക്ടർ നല്ല ഡോക്ടറാണ്, എന്തുണ്ടെങ്കിലും ഇപ്പൊ തന്നെ പറയുമ്പോ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് മാറ്റിത്തരാൻ ഉറപ്പ് പറയില്ല,
ഇത് മാറല് വയസ്സായവരാണെങ്കിൽ തീരെ മാറൂല. കുട്ടിയായതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവായിരിക്കാം, ഹോപ്പ് ഉണ്ടായിരിക്കാം. അല്ലാണ്ട് ഉറപ്പൊന്നും പറയുന്നത് ഞാൻ സർജറി ചെയ്തുതരാം. ഇതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് എടുത്തിട്ട് രണ്ടാമതൊരു സർജറി നിർദ്ദേശിച്ചു. എന്നിട്ട് ടെസ്റ്റിനുള്ള അതെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ്. പക്ഷെ നമുക്ക് അപ്പുറത്ത് അക്കിപ്പഞ്ചർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് സമാധാനിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ അക്കിപ്പഞ്ചർ ചെയ്തു. അക്കിപ്പഞ്ചർ ചെയ്തിട്ട് ഡോക്ടറോട് അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ നീരിലോട് എവിടെ കാണിച്ചത്? സൂറ മാമിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് എന്താവാൻ എന്നുള്ളത് ഭയങ്കര അധികം വിഷമത്തിലായിരിക്കും. അങ്ങനെ മാം ചെയ്ത് വീട്ടിലേക്ക് എത്തി ഐഷാനോട് അടുത്ത സമയത്ത് ഒരു കുരു പോലെ വന്നു. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വരുന്നത്. അപ്പൊ ഒരു ഐഷാനോട് അടുത്തപ്പോ നല്ലൊരു ഒരു കുരു വന്നപ്പോ ഞാൻ അപ്പൊ തന്നെ മാമിനെ വിളിച്ചപ്പോ മാം പറഞ്ഞു ടെൻഷൻ അടിക്കുന്ന അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്, അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ശരീരം തന്നെ ചെയ്തോളൂ, നിങ്ങളൊന്നും ചെയ്യണ്ടെന്നാണ്. അതിന് നമ്മള് ഹാപ്പിയാണ്. മോന് കുരു വന്നപ്പോ തന്നെ എനിക്ക് കുറച്ച് സമാധാനം, ഉള്ളിലുള്ളത് പുറത്തേക്ക് വരികയാണല്ലോ എന്നുള്ളൊരു സമാധാനം. അതിന് മുന്നേ തന്നെ എന്നോട് ഫാത്തിമ മാം പറഞ്ഞിരുന്നു അതാകെ കുരു വരും, ആകെ പൊട്ട് എന്തൊക്കെയാവും, നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ട, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നോളി എന്നാണ് പറഞ്ഞിട്ടിരുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ ഓക്കെ ആയിട്ടിരുന്നിരുന്നത്. അങ്ങനെ പിന്നെ 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 ഈ നീഡിൽ ചെയ്യും, പിന്നെ ഇതുപോലെ കുരു വരും പൊട്ടും, അങ്ങനെ നമ്മൾ അതിന്റെ ഇതിൽ വഴിക്കും. പക്ഷെ മോനിക്ക് ഓടാനാ ചാടാനാ ഒന്നിനും സൈക്കിൾ ചവിട്ടാനോ ഫുട്ബോൾ കളിക്കാനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുവരെ രോഗിയായിരുന്നു. അതുവരെ മോന് രോഗി പോലെ എവിടേക്ക് വിടാതെ സ്കൂളിൽ കൊണ്ടുവിടാ, സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടില്ല. പക്ഷെ മോനത് പിന്നെ മോന് സ്വാതന്ത്ര്യനായി എന്നുള്ള രീതിയിൽ നല്ല അകൽച്ചുണ്ടായിരുന്നു. അതൊക്കെ നോർമലായി, നീരൊക്കെ വലിയാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ഫലിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ എന്തായിരുന്നു അവസാനമായിട്ട് നിങ്ങക്ക് ഫീൽ ചെയ്ത കാര്യം? ഇത് കഴിഞ്ഞ ഡേ ലാസ്റ്റ് നീഡിൽ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഡേ വേറൊരു കുരു കൂടി എക്സ്ട്രാ ആ മുറിയിലോട്ട് വന്നിരുന്നു. എന്നിട്ട് മോനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും പൊടിയായിരിക്കും, പുറത്തേക്ക് എന്തോ ചെറുതായി തുറച്ച് നിൽക്കുന്നുണ്ട്, അപ്പൊ പൊടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് പതിയെ ഒന്ന് പിടിച്ച് വലിച്ചതാണ്. അപ്പോഴാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. അന്ന് കുത്തിയ മുള്ള് അല്ലേ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അത് ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞു MRI ചെയ്തതിന് ശേഷം അവര് പിന്നീട് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് കുട്ടിക്ക് ക്യാൻസർ പോലെയുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് സർജറി നിർദ്ദേശിച്ചു. പക്ഷെ എന്നിട്ടൊന്നും എന്താ പറയാ കാണാതിരുന്ന ഈ MRI സ്കാനിങ്ങിൽ പോലും കാണാതിരുന്ന ഈ മുള്ളാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ അടിപൊളി. നമ്മുടെ ഹൈടെക് ലാബുകളൊക്കെ അല്ലെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ നീണ്ടാൽ വാഴട്ടെ അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ ഇപ്പൊ ഓക്കെ ആയില്ലേ? വേദനയൊക്കെ കുറഞ്ഞില്ലേ? മോന്റെ കാലിന്റെ വേദനയൊക്കെ കുറഞ്ഞില്ലേ? ഓക്കെ, ഇൻഷാല്ലാ കംപ്ലീറ്റ് മാറിക്കോളൂ കേട്ടോ. ഇത്രയും വലിയൊരു സാധനം അല്ലേ നമ്മുടെ ബോഡി സ്വയം അത് പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെ. ഇതാണ് സെൽഫ് കെയർ മെക്കാനിസം എന്ന് പറയുന്ന സംഗതി. ഓക്കെ, അക്യുപഞ്ചർ പഠനത്തിലേക്ക് എത്തി അല്ലെ ഈ ഒരു അനുഭവം. നമ്മൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിലൂടെ എത്തിച്ചു. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇപ്പൊ പനി വന്നാലായാലും ആദ്യം എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഒക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. പനി വരുന്നു, മാറുന്നു, പിന്നെ ക്യൂർ ആവുന്നു. പിന്നെ ഇപ്പൊ യാതൊരു ചെവി വേദന വരുന്നത്, പല്ലുവേദന വരുന്നത് എല്ലാം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പൊ ഇത്രയും 4 ഹോസ്പിറ്റലിൽ പോയ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട് കയ്യിൽ? ഇത് ലാസ്റ്റ് മദർ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മെഡിസിനാണ്. തിരിച്ചു എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു സംഭവത്തെ നോക്കി കാണുന്നത് നിങ്ങൾ? ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇവരുടെ ഈ ഒരു ഇപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ MRI സ്കാനിങ് ഇത്രയും നിങ്ങളെ മാനസികമായിട്ട് ഇത്രയും ചെറിയൊരു മോനാണ്, ഈ മോന്റെ ഒരു കാര്യത്തിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര മാനസികമായി തകർന്നിട്ടുണ്ടായിരിക്കും. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ MRI എടുത്തു, സർജറി ചെയ്തു, എന്നിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറയുന്ന ഇത് നമ്മൾ എന്തായാലും സാധാരണ ലെവലിൽ എല്ലാവരും പറയേണ്ടത് നമ്മളോട് നമ്മൾ സാധാരണക്കാരാണല്ലോ, കൂടെ ആണുങ്ങളാവുന്നില്ല, അവർ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞത് ക്യാൻസറിന്റെ ഒരു ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോർമലി ഭയങ്കര അധികം. അപ്പൊ നമുക്ക് എക്സ്ട്രാ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്തൊരു സർജറി പറയുന്നു. ഈ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാണ് ആ സർജറി ചെയ്ത ഡോക്ടർ വീണ്ടും പറയുന്നത്. നമ്മൾ പിന്നെ അവിടെ നീറ്റ് പോരേ ചെയ്തത്. ക്യാൻസറിന് കേട്ടപ്പോ പിന്നെ അതിൽ ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. ഇത്രയും മാനസികമായിട്ട് നിങ്ങൾ ആ സമയത്ത് അത്രയും തകർന്നിട്ടുണ്ടാവും ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ. മദറിലേക്ക് ഇതാണ് ശരിക്കും ഒരു രോഗി അടുത്തേക്ക് വരുമ്പോ എന്താണെന്ന് പോലും
പോലും അറിയാതെ ക്യാൻസർ ആണെന്ന് പറയുകയും ഇത്രയും വിവരമുള്ള ഡോക്ടേഴ്സ് അല്ലേ പറയുന്നത് എന്ന് കേട്ട് അതിനായി ട്രീറ്റ്മെന്റ് എടുക്കുകയും നേരത്തെ കാലുകൾ മുറിച്ച് കളയേണ്ടി വരും. ഇനി നമ്മളത് കേട്ടിട്ടാണ് മദർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് വേഗം തന്നെ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഇത് കാല് മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിക്കും, അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് അഡ്മിഷൻ എഴുതണം, ഇത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ സർജറി. പക്ഷെ നമുക്ക് സർജറി ചെയ്യാതെ മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, അപ്പോ ഈ ഇത്തരം കേസുകളിൽ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്താണെന്ന് പോലും അറിയാതെ, ഇരിക്കുന്നുണ്ടോ ഉള്ളിൽ സാധനം ഉണ്ടോ ഇല്ലെന്ന് പോലും അറിയാതെ അവര് ക്യാൻസർ ആണെന്ന് അങ്ങ് അല്ലെ വരുത്തി തീർത്ത് അതിനായി കാല് മുറിച്ച് മാറ്റണം എന്നൊക്കെയുള്ള തരത്തിലേക്ക് അത് എത്തിക്കുമ്പോ ഇതൊക്കെ തന്നെയല്ലേ ഇന്ന് സമൂഹത്തില് എല്ലാ സമൂഹത്തിൽ തന്നെ മുഴുവനായിട്ട് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ഡോക്ടേഴ്സും ഈ ആശുപത്രികളും തന്നെയല്ലേ, ഈ ഒരു സംവിധാനങ്ങളും തന്നെയല്ലേ. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വലിയ കൊള്ളിയുടെ പീസ്, കൊള്ളി കഷ്ണം, ഈർക്കിളിയുടെ കഷ്ണം MRI സ്കാനിങ് ചെയ്തിട്ട് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ അല്ലെങ്കിൽ ഹൈടെക് ലാബുകളുടെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ ഇതിനേക്കാൾ നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൽ സെൽഫ് ക്യൂർ മെക്കാനിസം എന്ന് പറയുന്ന വളരെ പവിത്രമായ ഒരു സംവിധാനം സൃഷ്ടാവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന വളരെ മികച്ചൊരു പഠനം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ് അക്യുപങ്ചർ എന്നുള്ളത്. അതിലേക്ക് ഇയാള് പിന്നീട് എത്തിപ്പെട്ടു അല്ലെ. ഈ മോന്റെ ഈ ഒരു അനുഭവം കാരണം മോന്റെ മാറ്റങ്ങൾ കണ്ടിട്ട് അല്ലെ, കാലില് അത്രയും നീരും ഫ്ലൂയിഡൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് പിന്നെ ആ വിരലുകളുടെ അകൽച്ച കുറഞ്ഞ് ആ വിരലുകൾ അടുത്ത് വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. ആ സമയം തൊട്ടിട്ട് ഇയാൾ അക്യുപങ്ചറിലേക്ക് വരണം, അക്യുപങ്ചർ പഠിക്കണം എന്ന് വെച്ച് അതിലേക്ക് കടന്നു വന്ന ഒരാൾ കൂടിയാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു? അക്യുപങ്ചർ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോ തന്നെ ഒരുപാട് പേരുടെ എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, പരിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തു വന്നതും അതുപോലെ ഇപ്പൊ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇപ്പോ എന്താ പറയാ, ആദ്യം തന്നെ അൽഹംദുലില്ലാ അള്ളാഹുവിനോട് സ്തുതിക്കും ഇങ്ങനെ ഒരു മേഖലയ്ക്ക് റബ്ബ് എത്തിച്ചത്. ഈ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അക്യുപങ്ചറിനെ അറിഞ്ഞതും അതിലേക്ക് എന്താണ് അക്യുപങ്ചർ എന്ന് പഠിക്കാനുള്ള ഉത്സാഹം, പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഠിക്കാൻ പറഞ്ഞേക്കണമെന്നും ഹസ്ബൻഡിനും അങ്ങനെ ഇത് നമുക്കൊരു അനുഭവം വന്നു. കാരണം ഇത്രയധികം ഹോസ്പിറ്റലുകളിലും എല്ലാവർക്കും എത്ര അറിവുള്ളവർക്കൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അവർക്കൊന്നും MRI എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ഇൻഫെക്ഷൻ വരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയാം. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇതാക്കി ഭയങ്കര അധികം ഒരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പൊ ഈ മിറാക്കിൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ അക്യുപങ്ചർ പഠിതാക്കളായിട്ട് ഒരുപാട് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകള് ഹൈ പൊസിഷനുകളിൽ നിന്നും ഈ അക്യുപങ്ചർ പഠിതാക്കളായി മാറാറുണ്ട്. അവർ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കേൾക്കാറുമുണ്ട്, ബന്ധുക്കളുടെ നാട്ടുകാരുടെ ഒക്കെ. പക്ഷെ പിന്നീട് അവർക്ക് ഇതുപോലെ അവർ കടന്നു വരണമെന്നുണ്ടെങ്കിൽ, അക്യുപങ്ചർ പഠനത്തിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള അനുഭവങ്ങൾ അവരിലൂടെ കടന്നു വന്നുകൊണ്ടാണ്, തിരിച്ചറിവുണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ ഈ പഠനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കുക. തീർച്ചയായും നമുക്ക് ഇതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഫോറിൻ ബോഡിയും നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതിനെ ഏതെങ്കിലും തരത്തിൽ ശരീരം എല്ലായ്പ്പോഴും പുറന്തള്ളിക്കൊണ്ടേ ഇരിക്കും. അതിനായിട്ട് പനിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പഴുപ്പുകളോ ഒക്കെ ആയി തന്നെ ആ വേസ്റ്റിനെ പുറന്തള്ളാനായിട്ട് ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു സെൽഫ് കെയർ മെക്കാനിസത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോന്റെ ഈ ഒരു അനുഭവം എന്നുള്ളത്. തീർച്ചയായും നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. അതുപോലെ ഇനിയും ഒരുപാട് ആളുകളിലേക്ക്, സമൂഹത്തിലേക്ക് ഈ ഒരു തിരിച്ചറിവ് എത്തിക്കാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.